ഹായ് കൂട്ടുകാരെ, സാമൂഹിക നിരീക്ഷകന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഔറംഗസീബ് ചക്രവർത്തിയാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകുമല്ലോ. നമുക്ക് ഒരുമിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഔറംഗസീബ് ആലംഗീർ 1618 മുതൽ 1707 വരെ എന്നതിൽ ഉദയിച്ചും അസ്തമിച്ചും പോകുന്ന കഥ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉഗ്രവും വിവാദപൂർണവുമായ ഒരധ്യായമാണ്. മുഘൽ സാമ്രാജ്യത്തിന്റെ അഞ്ചാമത്തെ ചക്രവർത്തിയായ ഔറംഗസീബ് 1618 നവംബർ 3 ലാഹോറിൽ ജനിച്ചു. അദ്ദേഹമാണ് മുഘൽ സാമ്രാജ്യത്തെ അതിന്റെ പരമാവധി പരിധിയിലേക്കും സാമ്രാജ്യവ്യാപനത്തിന്റെയും മതാധിഷ്ഠിത ഭരണത്തിന്റെയും അതിരുകളിലേക്കും എത്തിച്ചത്. അച്ഛനായ ഷാഹ് ജഹാനും മാതാവ് അർജുമന്ദ് ബാനു ബഗമുമാണ് അദ്ദേഹത്തിന് രൂപം നൽകിയവർ. പതിവിലുള്ള രാജകുമാരന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഔറംഗസീബ് തന്റെ ബാല്യകാലം മതപഠനത്തിൽ തന്നെ മുൻപരിഗണന നൽകി. ഖുർആൻ പാരായണത്തിൽ പ്രാവീണ്യം, ആത്മസംയമം, ലാളിത്യജീവിതം തുടങ്ങിയവയൊക്കെയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തിയത്. സഹോദരന്മാരെ പിന്തള്ളി അച്ഛനെ തടവിലാക്കി അധികാരം പിടിച്ചെടുത്തത് അദ്ദേഹത്തിന്റെ ഏറ്റവും വിവാദപരമായ നീക്കമായിരുന്നു. 1658 അധികാരം പിടിച്ചെടുത്തതോടെ അദ്ദേഹം തന്റെ തലക്കെട്ടിൽ ആലംഗീർ, ലോകം പിടിച്ചവൻ എന്നത് ചേർത്തു. മുഘൽ സാമ്രാജ്യത്തിന്റെ വികസനത്തിന് ദൃഢമായ ഭരണ സംവിധാനങ്ങളാണ് അദ്ദേഹം നിർമ്മിച്ചത്. സാമ്പത്തിക കർശനത, ഇസ്ലാമിക നിയമങ്ങളുടെ പ്രാബല്യം, ആഡംബര വിരോധം, അഴിമതിക്കെതിരായ പോരാട്ടം എന്നിവയിലൂടെ അദ്ദേഹം ഭരണപരമായി ശക്തനായ നേതാവായി മാറി. എന്നാൽ ഹിന്ദുമത ആരാധനാലയങ്ങളുടെ നശീകരണം, ജസ്യ എന്ന വിശേഷ നികുതിയുടെ പുനഃസ്ഥാപനം തുടങ്ങിയ നീക്കങ്ങൾ മതസഹിഷ്ണുതയ്ക്കെതിരായതായി വ്യാപകമായി വിമർശിക്കപ്പെട്ടു. ഔറംഗസീബിന്റെ പ്രധാന ശത്രുവായിരുന്നത് ഛത്രപതി ശിവാജിയായിരുന്നു. ഈ രണ്ടു മഹാനായ ഭരണാധികാരികളുടെ പൊരുത്തക്കേടുകൾ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ആവേശജനകമായ പോരാട്ടങ്ങളിലൊന്നായി മാറി. ശിവാജിയുടെ ഗുഹയുദ്ധനീതിയും ഔറംഗസീബിന്റെ പരമ്പരാഗത തന്ത്രവും തമ്മിൽ ഒരു ദീർഘകാല സംഘർഷം രൂപപ്പെട്ടു. ശിവാജിയെ പിടിക്കാൻ ശ്രമിച്ച് മുക്തിക്ക് വഞ്ചിതനായി പുറത്തേക്കൊഴുകിയ സാഹചര്യങ്ങൾ മുഘൽ ഭരണത്തിന്റെ ശക്തിയെയും അതിന്റെ അതിസാഹസികമായ പരാജയങ്ങളെയും തെളിയിക്കുന്നു. ഈ പോരാട്ടങ്ങൾ നീണ്ടു ശിവാജിയുടെ മരണത്തിനു ശേഷവും മരണാനന്തര പരമ്പരാഗത പ്രതികാര യുദ്ധങ്ങളായി തുടരുകയും ചെയ്തു. ഔറംഗസീബ് ഇന്ത്യയുടെ വൻ പ്രദേശങ്ങൾ കീഴടക്കി. ബീജാപൂർ, ഗോൾക്കൊണ്ട, ബണ്ടൽഖണ്ഡി, അസം എന്നിവിടങ്ങളിൽ നടന്ന യുദ്ധങ്ങൾ അദ്ദേഹം വിജയകരമായി നയിച്ചു. ദക്ഷിണേന്ത്യയിലേക്കുള്ള നീക്കം ആവിഷ്കരിച്ചത് മുഘൽ ചരിത്രത്തിൽ ആദ്യമായിരുന്നു. എന്നാൽ ഈ നീക്കങ്ങൾ സാമ്രാജ്യത്തെ വ്യാപകമായി വ്യാപിപ്പിച്ചെങ്കിലും ഭരണനിരക്കെട്ടും സംഘടനാപരമായ ദൗർബല്യവും കാരണം സംസ്ഥാനം നിലനിൽക്കാൻ ബുദ്ധിമുട്ടു തുടങ്ങി. അദ്ദേഹത്തിന്റെ പ്രധാന സംഭാവനകൾ പലതും ചരിത്രരേഖകളിൽ സ്മരിക്കപ്പെടുന്നു. നിരന്തരമായ വിസ്തൃതിവൽക്കരണങ്ങൾ, കർശന നിയമപ്രവർത്തനം, ഭീകരരാക്ഷസനായ ശിവാജിയോടുള്ള അതുല്യ ധൈര്യം, മതാധിഷ്ഠിത നയം, മുഘൽ ഭരണത്തിൽ ലാളിത്യത്തിന്റെ അവതരണം എന്നിവ. അതേസമയം അദ്ദേഹത്തിന്റെ ഭരണകാലം വൻ നിരോധനങ്ങളാലും കലകളുടെയും സംഗീതത്തിന്റെയും അധോലിപിയാലും ഹിന്ദു ജനതയുടെ അസ്വസ്ഥതകളാലും അടയാളപ്പെടുത്തപ്പെടുന്നു. സംഗീതത്തിന്റെയും കലയുടെയും മുഘൽ പാരമ്പര്യം ആളുടെ കാലത്ത് പതനത്തിലേക്കിടിഞ്ഞു. തന്റെ കൈകൊണ്ടെഴുതിയ ഖുർആൻ പകർപ്പുകൾ പോലും അദ്ദേഹത്തിന്റെ മതപരമായ ആത്മാർത്ഥതയുടെ തെളിവാണ്. 1707 89 വയസ്സിൽ ദക്ഷിണേന്ത്യയിലെ അഹമ്മദ് നഗറിൽ അദ്ദേഹം അന്തരിച്ചു. മരണശേഷം ലളിതമായ കുഴിച്ചിടൽ വേണമെന്നതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഇത് അദ്ദേഹത്തിന്റെ ലാളിത്യജീവിതത്തിന്റെ ആന്തരസാക്ഷ്യമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തോടെ തന്നെ മുഘൽ സാമ്രാജ്യത്തിന്റെ പൊളിമ ആരംഭിച്ചു. അഗാധമായ നീതി, ആത്മസമർപ്പണം, ഭരണകർശനത എന്നിവയുടെ പ്രതീകമായിരുന്നു ഔറംഗസീബ്. അതേസമയം അധികാരലോലത, മതപക്ഷപാതം, കലാപങ്ങൾ എന്നിവ അദ്ദേഹത്തിന്റെ ദൗർബല്യങ്ങളും ആയി മാറി. ഔറംഗസീബിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അധികാരവും ധാർമ്മികതയും ഒരുപോലെ തുല്യമായി കൈകാര്യം ചെയ്യാൻ കഴിയാത്തപക്ഷം ഭീമമായ സാമ്രാജ്യവും ഒടുവിൽ തകർന്നുപോകും എന്ന സത്യമാണ്. ഭരണപരമായ പ്രതിഭയും ഭരണസൗകര്യങ്ങളിലുള്ള തികവുമുള്ള ഒരാളെ അതിജീവിപ്പിക്കാൻ മതപരമായ അസഹിഷ്ണുത കഴിയില്ലെന്ന് ചരിത്രം തെളിയിച്ചു. അതുകൊണ്ടുതന്നെ ഔറംഗസീബ് എന്ന ഭരണാധികാരി ഒരു മഹാനായ ഭരണാധികാരിയായിരുന്നു. പക്ഷേ താൻ തന്നെ തീർത്ത ഭീകര നയങ്ങൾ അദ്ദേഹത്തെ ഒടുവിൽ ചരിത്രത്തിലെ വിവാദവേഷത്തിൽ മാത്രം മാഞ്ഞുപോകാൻ കാരണമായി. അതിനാൽ അദ്ദേഹത്തിന്റെ ജീവിതം വെറും ഭരണചരിത്രമല്ല, ഒരു ഉണരുവാനുള്ള ആലോചനാപാഠമാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.